തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയിൽ നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാനും ലഭ്യമായ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനുദാസൻ ജോൺസൺ പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനുദാസൻ പറഞ്ഞതുപോലെ 2012 MBA കോൺഫറൻസിന് വന്ന സമയം തുടങ്ങി കർത്താവിനുദാസനുമായി പരിചയപ്പെടുവാനും സ്നേഹബന്ധം പുലർത്തുവാനും ഒക്കെ ദൈവം അവസരങ്ങളെ തന്നു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനുദാസൻ അതുപോലെ മറ്റ് ഈ ലൈനിലുള്ള ദൈവത്തിന്റെ ദാസന്മാർ, പ്രിയരായ ദൈവമക്കൾ, നിങ്ങളെല്ലാവരെയും കർത്താവ് കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നാം ആയിരിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ പരിമിതികൾ പലതുമുണ്ട്. എന്നാൽ പരിമിതികളില്ലാത്ത ഒരു ദൈവത്തെ നമുക്ക് സേവിപ്പാൻ, വിളിച്ചപേക്ഷിപ്പാൻ ഭാഗ്യവും പദവിയും ലഭ്യമായല്ലോ. അതോർത്ത് സന്തോഷിപ്പാനും കർത്താവിനെ സ്തുതിക്കുവാനും ഇടയായിത്തീരട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലുള്ള പ്രതിസന്ധികളെ കുറിച്ച് ഞാനും നന്നായി മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. ദൈവിക ഇടപെടൽ ഈ വിഷയങ്ങളുടെ മേൽ ഉണ്ടാകുവാൻ ലോകവ്യാപകമായി ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. നിങ്ങൾ കടന്നു പോകുന്ന അതേ പ്രതിസന്ധിയിലാണ് ഞങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വിശേഷാൽ ബോംബെ പട്ടണത്തെ കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് വിചാരിക്കുന്നു. വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ആ പട്ടണം കടന്നു പോകുന്നത്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഭാരതത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുള്ള ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്കാണ് ഞാൻ ചുമൽ കൊടുക്കുന്നത്. ഏതാണ്ട് 300-ലധികം ദൈവത്തിന്റെ ദാസന്മാരാണ് വിവിധ മിഷൻ ഫീൽഡുകളിൽ കർത്താവിന്റെ വേല ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യൻ സുവിശേഷീകരണത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അനേക പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനെയൊക്കെ കവിയുന്ന നിലയിലുള്ള വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാറ്റിന്റെ മേലും നിയന്ത്രണമുള്ള സർവശക്തനായ ദൈവം കാര്യങ്ങളെ നമുക്ക് അനുകൂലമായി നിയന്ത്രിക്കും എന്ന് കർത്താവിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമുഖമായി അധികം കാര്യങ്ങൾ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കാതെ ദൈവത്തിന്റെ വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഈ സന്ധ്യയിൽ തിരിക്കുകയാണ്. നമുക്കെല്ലാം വളരെ പരിചയമുള്ള കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം, അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായി ദൈവസന്നിധിയിൽ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 Corinthians chapter 4 verses 16 to 18. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നാം ഈ വായിച്ചു കേട്ട വേദവാക്യങ്ങളെ അധീകരിച്ച് ലിവിങ് ഫോർ ദി ഇറ്റേണൽ ആൻഡ് ഫോക്കസിങ് ഓൺ ഇറ്റേണിറ്റി, നിത്യമായതിനു വേണ്ടി ജീവിക്കുകയും നിത്യതയെ ലക്ഷ്യമാക്കുകയും ചെയ്യുവാനുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കൈമാറുവാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു. What do you live for? നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു? It will determine the means that we choose. നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത്, നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തും. എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നു. നമ്മുടെ നല്ല മലയാള ഭാഷയിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്: മാർഗം എപ്പോഴും ലക്ഷ്യത്തെ സാധൂകരിക്കണം. Means should justify
the goal. മറുവശത്ത്, and also the goal should justify the means. മാർഗം ലക്ഷ്യത്തെയും ലക്ഷ്യമാർഗത്തെയും സാധൂകരിക്കുന്നതായിരിക്കണം, ജസ്റ്റിഫൈ ചെയ്യുന്നതായിരിക്കണം. ഞാൻ മുന്നമേ ചോദിച്ചതുപോലെ, what do we live for? നാം എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? What is our goal? What do we aim for? നാം എന്തിനെയാണ് ലക്ഷ്യമാക്കുന്നത്? നമുക്ക് മുമ്പിലുള്ള ഗോൾ എന്താണ്? പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും ഏത് കാലത്തിലും ഒരു ചിന്താ വിഷയമാണ്, പഠന വിഷയമാണ്. ഒരുപാട് ചിന്തകളും ആലോചനകളും അഭിപ്രായങ്ങളും ഈ വിഷയം സംബന്ധിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദി പർപ്പസ് ആൻഡ് മീനിങ് ഓഫ് ലൈഫ്. ഈ ഒരു ചോദ്യം സാധാരണക്കാരായ മനുഷ്യരെക്കാൾ അധികം ചോദിച്ചിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതും ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളതും ജ്ഞാനികളും തത്വചിന്തകന്മാരുമായ ആളുകളാണ്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിച്ചു, ജീവിക്കുന്നു, മരിക്കുന്നു. അധിക ചിന്തകളൊന്നും അവന്റെ തലയിലില്ല. അന്നന്നത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാനല്ലാതെ അതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങളിൽ ഒരു വെറും സാധാരണക്കാരൻ ചിന്തിക്കാറില്ല. ചിലരൊക്കെ പറയുന്ന പോലെ ജനിച്ചുപോയി, ആയുസുള്ളത് വരെ ജീവിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മാത്രമേ സാധാരണ മനുഷ്യരുടെ മനസ്സിനെ മതിക്കാറുള്ളൂ. എന്നാൽ ചിന്തകന്മാർ, തത്വജ്ഞാനികൾ, അന്വേഷണക്കുതുകമുള്ളവർ, അവരൊക്കെ കുറച്ചുകൂടി ആധികാരികമായി ആഴമായി കാര്യങ്ങളെ വിലയിരുത്തുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്നൊക്കെയുള്ള ചോദ്യങ്ങളോടുള്ള ബന്ധത്തിൽ അനേകം മഹാന്മാരെന്ന് ലോകം വിലയിരുത്തിയ, ചിന്തകന്മാരെന്ന് ലോകം വിലയിരുത്തിയ, തത്വജ്ഞാനികളെന്ന് ലോകം വിലയിരുത്തിയ ആളുകളൊക്കെ പല നിലകളിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അഭിപ്രായങ്ങളുടെ വെളിച്ചത്തിൽ അനേക തത്വചിന്തകൾ മനുഷ്യജീവിതം സംബന്ധിച്ച്, മനുഷ്യന്റെ ജീവിത ലക്ഷ്യം സംബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് ചിന്തകൾ. അതിൽ ചില ചിന്തകൾ നമ്മുടെ ഈ ധ്യാനത്തിന്റെ ഒരു ആമുഖം എന്നുള്ള നിലയിൽ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് തൊട്ടുണർത്താൻ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഈ പ്രീ കൊറോണ കോണ്ടെക്സ്റ്റിൽ കൂടുതൽ ആളുകളും പ്രായോഗികമാക്കിയ ഒരു ചിന്തയാണ് മെറ്റീരിയലിസം അല്ലെങ്കിൽ ഭൗതികവാദം എന്ന് പറയുന്നത്. ഭൗതികവാദം, മാൻ ലിവിംഗ് ഫോർ മെറ്റീരിയൽ തിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ചിന്താധാരയുടെ ആത്യന്തിക ഫോക്കസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺ ടു ഇമ്പോർട്ടന്റ് തിങ്സ്. ഒന്ന്, മെറ്റീരിയൽ പൊസഷൻ, ഭൗതികമായി സ്വരുക്കൂട്ടുക, സമ്പാദിച്ചു കൂട്ടുക. Other side, it is physical comfort. ലൗകികമായ ശാരീരികമായ സൗകര്യങ്ങൾ, ഫിസിക്കൽ കംഫർട്ട്. സോ മെറ്റീരിയലിസം എന്ന് പറയുന്ന ചിന്താധാര ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യന്റെ ജീവിത ലക്ഷ്യം ഈ ഭൂമിയിൽ സുഖസൗകര്യങ്ങൾ സ്വരുക്കൂട്ടുക എന്നുള്ളതാണ്. എത്രത്തോളം നേടുവാൻ കഴിയുമോ, നേട്ടങ്ങൾക്ക് പിന്നാലെയുള്ള യാത്ര. അതാണ് ഭൗതികവാദം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു പരിധി വരെ ഈ കഴിഞ്ഞ കാലഘട്ടം മനുഷ്യൻ നെട്ടോട്ട് ഓടുകയായിരുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയോ? എങ്ങനെയും കുറെ വാരിക്കൂട്ടണം, കുറെ സമ്പാദിക്കണം. നമുക്കറിയാം, പലയിടത്തും ജീവിക്കാനുള്ളതൊന്നും മനുഷ്യന് പോരാ. 1, 2, 3 ഡ്യൂട്ടി, ഓവർ ടൈം വേണ്ട.
എന്തെല്ലാം പരിപാടികൾ കാണിക്കാമോ എല്ലാം ചെയ്ത് എങ്ങനെയും കുറച്ചുകൂടെ വാരിക്കൂടും. ഈ ഒരു ചിന്ത. അതോടൊപ്പം തന്നെ ഫിസിക്കൽ കംഫർട്ട് എത്രയും ജീവിതത്തെ സൗകര്യപ്രദമാക്കാമോ. മനുഷ്യൻ അതിനുവേണ്ടിയായിരുന്നു എല്ലാ ടെക്നോളജിയും മനുഷ്യൻ അതിനുവേണ്ടിയായിരുന്നു ഉപയോഗിക്കുന്നത്. എഫർട്ട് അതിനുവേണ്ടിയായിരുന്നു ഉപയോഗിക്കുന്നത്. എങ്ങനെ എന്റെ വീട്ടിൽ കുറച്ചുകൂടെ കംഫർട്ട് ഉണ്ടാക്കാം, എന്റെ കാർ എങ്ങനെ കംഫർട്ടബിൾ ആക്കാം, എന്റെ വർക്ക് പ്ലേസ് എങ്ങനെ കംഫർട്ടബിൾ ആക്കാം. അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് എങ്ങനെയെങ്കിലും കുറെ സമ്പാദിക്കുക, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. I think that concept had a setback during this corona context. ആ കാഴ്ചപ്പാടിനും ചിന്തകൾക്കും ഒരു സെറ്റ്ബാക്ക് ഈ കാലഘട്ടം വരുത്തി തീർത്തു എന്നുള്ളത് സത്യമായ വസ്തുതയാണ്. പല ആളുകളുടെയും വായിൽ നിന്ന് എന്തിനാ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നത് ഈ ദിവസങ്ങളിൽ കാണാനായിട്ട് കഴിയും. ഇതിനു മുമ്പുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്നുള്ള ചോദ്യമായിരുന്നു. How can I accumulate? How can I make things more comfortable? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്നാണ് വിശ്വാസം. സാധാരണ ഫേസ് ടു ഫേസ് ആളുകളെ കൊണ്ട് സംസാരിക്കുന്ന പോലെ അല്ല, ഇത് ഭാവനയിൽ നിങ്ങളെല്ലാം എന്റെ മുന്നിൽ കണ്ടുകൊണ്ടങ്ങ് സംസാരിക്കുക. അപ്പോ ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ. എങ്ങനെയാകും എന്നുള്ള ചോദ്യം. എങ്ങനെ ചെയ്യാം, എങ്ങനെ, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പോൾ അവന്റെ ചോദ്യം മാറ്റി. ക്വസ്റ്റ്യൻ ടാഗ് ഈസ് ഡിഫറെന്റ്. പല ആളുകളും ചോദിക്കാൻ തുടങ്ങി, എന്തിനാ ഇത്ര ഓടിയത്, എന്തിനാ ഇത്ര അധ്വാനിച്ചത്, എന്തിനാ ഇത്രയും കൂട്ടി വെച്ചത്, ഒന്നും അല്ലല്ലോ മനുഷ്യൻ ചോദിക്കാനായിട്ട് തുടങ്ങി. So this philosophy of materialism has a setback in this context. മറ്റൊരു ചിന്താധാരയാണ് മനുഷ്യന്റെ purpose and meaning സംബന്ധിച്ച് ഉള്ള ഒരു ചിന്താധാരയാണ് എക്സിസ്റ്റൻഷ്യലിസം, നിലനിൽപ്പിന്റെ തത്വശാസ്ത്രം. അവർ പറയുന്നത് ഫ്രീ ആൻഡ് റെസ്പോൺസിബിൾ ലൈഫ് ഡിറ്റർമൈനിങ് ഓൾ ഡെവലപ്മെന്റ് ത്രൂ വിൽഫുൾ ആക്ട്സ്. Think of your development and do whatever you want. You should be free and responsible. Very good. വളരെ നല്ലൊരു ചിന്ത പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഫ്രീ ആൻഡ് റെസ്പോൺസിബിൾ ആക്ട്സ്, ഡിറ്റർമൈനിങ് യുവർ ഓൺ ഡെവലപ്മെന്റ് ത്രൂ വിൽഫുൾ ആക്ട്സ്. നിങ്ങൾ ഉത്തരവാദിത്വബോധമുള്ള ആളുകളായിട്ട് നിങ്ങൾ ജീവിച്ചുകൊള്ളുക, തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുരോഗതിക്ക് ആവശ്യമായ നിലയിൽ തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അതായിരിക്കണം നിങ്ങളുടെ ജീവിത ലക്ഷ്യം. ഫ്രീ ആൻഡ് റെസ്പോൺസിബിൾ കേൾക്കുമ്പോൾ കൊള്ളാവുന്ന ചിന്തധാര തന്നെയാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പൊ കഴിയുന്നത് ഫ്രീ റെസ്പോൺസിബിൾ വിൽഫുൾ ആക്ട് വിവരിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. Is it possible right now? How many of us are free to move according to our will and purpose? നമ്മുടെ ഇഷ്ടവും നമ്മുടെ ചിന്തയും അനുസരിച്ച് നമ്മുടെ തീരുമാനം പോലെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? How many restrictions are over us? The philosophy is very good. തത്വശാസ്ത്രം വളരെ നല്ലതാ, കേൾക്കുമ്പോൾ നല്ല സുഖം തോന്നും. പക്ഷേ അത് പറ്റത്തില്ലെന്ന് ഈ കാലഘട്ടം തെളിയിച്ചു. The philosophy of existentialism seems good, but it is not practical in our context right now. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് പ്രായോഗികമാക്കുവാൻ കഴിയുന്നില്ല. Another philosophical aspect is humanism. Very good thought. Act in self-interest and common good. Work for your interest and for the common good. സ്വന്തം താല്പര്യത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുക, നല്ല കാര്യം. എന്നാൽ സ്വന്തം താല്പര്യങ്ങളൊക്കെ നമുക്ക് സ്വാധീകരിച്ചെടുക്കുവാൻ ഇപ്പൊ കഴിയുമോ? എന്തെല്ലാം താല്പര്യങ്ങളുണ്ട്, പക്ഷേ we are helpless. പൊതുവിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. We want to work for common good. Yes, many people are doing it, but we have our own limitations. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലേ, ഇറങ്ങിപ്പോണം, പ്രവർത്തിക്കണം, ആൾക്കാരെ സഹായിക്കണം, but we are helpless.
പ്രാഗ്മാറ്റിസം എന്ന് പറയുന്ന ഒരു ചിന്താധാരയുണ്ട്. Bring the most good for human. That philosophy is based on success. ജീവിതത്തിന്റെ വിജയത്തെ ലക്ഷ്യമാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. വിജയം. Be successful. Be practical. പക്ഷേ സമസ്ത മേഖലയിലും കൈമലർത്തി പരാജയം സമ്മതിക്കുക മനുഷ്യൻ. Man who was supposed to work for his success, now he agreed and confessed that we are a failure. ഞങ്ങളൊരു പരാജയമാണെന്ന് ഇപ്പം മനുഷ്യൻ സമ്മതിക്കുക. മറ്റു ചില അതിരുകടന്ന ചില ചിന്തകളൊക്കെ ഉണ്ട്. അതിലൊന്ന് എപ്പിക്യൂറിയനിസമാണ്. ലൈഫ് ഈസ് ഫോർ എൻജോയ്മെന്റ്. പക്ഷേ എന്തോ ചെയ്യാനാ, എന്റർടൈൻമെന്റിന്റെ എല്ലാ മേഖലയും അടഞ്ഞു. ഹെഡോണിസം എന്ന് പറയുന്ന ഒരു ചിന്താധാരയുണ്ട്. ആ ചിന്ത പറയുന്നത് ഹാവ് പ്ലഷർ, സുഖിക്കാനുള്ളതാ ജീവിതം, സുഖമനുഭവിക്കുക. അതിന്റെ എല്ലാം അങ്ങേയറ്റത്തുള്ള ഒരു ചിന്തയാണ് നിഹിലിസം എന്ന് പറയുന്ന ചിന്ത. അവർ പറയുന്നതെന്നറിയാം, ഡു എനിത്തിങ് യു വാണ്ട്, ലൈഫ് ഹാസ് നോ മീനിങ്. ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ, ജീവിതത്തിന് ഒരു അർത്ഥവും ഇല്ല. ഈ പറയപ്പെട്ട ചിന്താധാരകൾ മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് പമ്പ് ചെയ്തിട്ട് ഇഷ്ടം പോലെ ജീവിക്കുവാൻ, സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ, ഭൗതിക സമ്പാദനത്തിന് വേണ്ടി ജീവിക്കുവാൻ, ശാരീരിക സുഖത്തിന് വേണ്ടി ജീവിക്കുവാൻ മനുഷ്യനെ വളരെ ശക്തമായി പ്രേരിപ്പിച്ച ചിന്താധാരകളുടെ നടുവിൽ ധന്യനായ പൗലോസ്ലീഹ വളരെ വ്യത്യസ്തമായ ഒരു ചിന്ത നമുക്ക് മുമ്പിൽ ഇന്ന് രാത്രി വയ്ക്കുകയാണ്. ദൈവത്തിന്റെ വചനം. What is the biblical principle of life? What is the biblical philosophy of life? What is our goal according to the scripture? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ദൈവത്തിന്റെ വചനപ്രകാരം എന്താണെന്ന് ഇന്ന് രാത്രി അറിയാവുന്ന മേഖലയിലാണെങ്കിലും അല്പം കൂടെ ആഴത്തിലൊന്ന് വിചിന്തനം ചെയ്ത് നമ്മുടെ ഹൃദയ പലകയിൽ എഴുതാനാണ് ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. We need a paradigm shift. All the philosophies, ഞാൻ പറഞ്ഞ മുൻ തത്വശാസ്ത്രങ്ങളെല്ലാം പറയുന്നതെന്നറിയാം, here and now, ഇവിടെ ഇപ്പോൾ. That is the focus. ഇവിടെ ഇപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ആകാൻ കഴിയും, അതാണ് എല്ലാ തത്വശാസ്ത്രവും പറയുന്നത്. എന്നാൽ വേദപുസ്തകത്തിന്റെ സൈദ്ധാന്തിക ചിന്ത എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ എന്നുള്ളതല്ല, ഇതിനപ്പുറം നാളെ എന്നുള്ള ചിന്തയാണ്. ഇതിനപ്പുറം നാളെ. It's not for here and now, there in future. നാളെ അവിടെ എന്നുള്ള ചിന്തയാണ് വേദപുസ്തകം നമുക്ക് നൽകുന്നത്. നാം വായിച്ച വേദവാക്യത്തിലേക്ക് പ്രിയമുള്ളവരെ നാം കടന്നു വരുമ്പോൾ, വിശേഷാൽ കൊരിന്ത്യർ ലേഖനം മുഴുവൻ നിങ്ങൾ വായിക്കാമെങ്കിൽ, Paul is describing a lot of contrasting features. പരസ്പര വൈരുദ്ധ്യമുള്ള അനേക വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ പൗലോസ് സംസാരിക്കുന്നത്. ആ ലേഖനത്തിന്റെ ചിന്തകളെല്ലാം ഞാൻ ക്രോഡീകരിച്ചുകൊണ്ട് നാം വായിച്ച വാക്യത്തിലേക്ക് മാത്രം വരികയാണ്. അത് മാത്രം വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാനേ ഇന്ന് രാത്രി കഴിയുന്നുള്ളൂ. ആദ്യം ചോദിച്ച ചോദ്യം, വാട്ട് ഡു വി ലിവ് ഫോർ? നാം എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? പൗലോസ് നാം എന്തിനു വേണ്ടി ജീവിക്കണം, ആ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നാം വെക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, ഇതൊക്കെയാണ് ഈ വേദവാക്യത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്. വല്ലാത്ത പ്രതിസന്ധി നിറഞ്ഞ ഈ ജീവിത കാലഘട്ടത്തിൽ എങ്ങനെ ഈ പ്രതിസന്ധി മാറിപ്പോകും? ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും? നാളുകൾ എന്തായിരിക്കും എനിക്ക് മുമ്പിൽ? ആകുല ചിന്തകളാൽ നിറയപ്പെട്ട മനസ്സുമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ എന്റെ വാക്കുകളെ കേൾക്കുന്നത്. ദൈവവചനത്തിന്റെ ആഴമേറിയ യാഥാർത്ഥ്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ രാത്രി നമ്മുടെ അന്തരംഗത്തിൽ കടന്നു കഴിയുമ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, നമ്മുടെ ആകുലതകൾ മാറും, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരും, നിത്യതയുടെ ദർശനം
നമ്മുടെ അന്തരംഗത്തെ മൂടുവാനായിട്ടിടയായിത്തീരും. നാം സ്വസ്ഥത അനുഭവിക്കും. അത് മാത്രമല്ല, അനേകർക്ക് സ്വസ്ഥത പകരുവാൻ ദൈവം നമ്മളെ പാത്രങ്ങളായിട്ട് ഉപയോഗിക്കും. ഈ കാലഘട്ടത്തിൽ ആകുലതയിൽ കഴിയുന്ന ആയിരങ്ങളുടെ കൂട്ടത്തിൽ തലകുനിച്ചിരിക്കാനുള്ളവനല്ല സഹോദര നീ, ദൈവത്തിന്റെ ദാസനെ. നാം തല ഉയർത്തി ഈ തലമുറയ്ക്ക് ആശ്വാസവും പ്രത്യാശയും പകരുവാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും അന്തരംഗത്തിൽ നിറയട്ടെ. ജീവിത ലക്ഷ്യങ്ങളെ പൗലോസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഒന്നാമത് താൻ പറയുന്ന വിഷയം, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. തുടങ്ങുന്നത് തന്നെ താൻ പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. മുകളിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ പിന്നത്തേതിലൊന്ന് ധ്യാനിക്കണം. താൻ കടന്നുപോയ ജീവിത പ്രതിസന്ധികളെ പരിമിതമായ വാക്കുകളിൽ താൻ അവിടെ വിവരിക്കുന്നുണ്ട്. ടു മച്ച് അഫ്ലിക്ഷൻസ്, ടു മച്ച് ഡിഫിക്കൽട്ടീസ്, ടു മെനി പ്രോബ്ലംസ്. 4-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ളതൊക്കെ പിന്നെ നിങ്ങൾ വായിച്ചോ. അവിടൊക്കെ പറയുന്ന പൗലോസിന്റെ ജീവിത അനുഭവങ്ങളെ ഒന്ന് വിലയിരുത്താമെങ്കിൽ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഒന്നും വലിയ പ്രശ്നമല്ലെന്ന് നമുക്ക് തോന്നും പ്രിയപ്പെട്ടവരെ. ഞാൻ ഈ പ്രശ്നങ്ങളെ ഒന്നും വില കുറച്ച് കാണുകയല്ല. നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞാൻ അറിയുന്നു. ഞാനും ഇതിന്റെ ഒരു ഉപഭോക്താവാ. മുന്നിൽ നിൽക്കുന്നയാളെന്നുള്ള നിലയിൽ എനിക്ക് എന്നെ കുറിച്ച് മാത്രമുള്ള ചിന്തയല്ല. എന്റെ കൂടെ നിൽക്കുന്ന 100-300 ദൈവത്തിന്റെ ദാസന്മാരുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്, വടക്കേ ഇന്ത്യയിലെ സാധുക്കളായ ദൈവമക്കളുണ്ട്. അവരൊക്കെ കടന്നു പോകുന്ന വല്ലാത്ത പ്രതിസന്ധിയുടെ നടുവിൽ വളരെ ഭാരം അനുഭവിക്കുന്നവനാണ് ഞാൻ, ദുഃഖം അനുഭവിക്കുന്നവനാണ് ഞാൻ. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ അത് നിമിത്തം ഈ പ്രതിസന്ധികളെ പർവ്വതീകരിച്ച് കാണുവാൻ നമുക്കാർക്കും ഇടയായിത്തീരരുത്. മാധ്യമങ്ങൾ നമുക്ക് പകർന്നു തരുന്ന പല അറിവുകളും ഒരുപാട് നമ്മുടെ ഭാരം വർദ്ധിപ്പിക്കുന്നതാ, ഒരുപാട് വേദന വർദ്ധിപ്പിക്കുന്നതാ. എന്നാൽ അധിക മാധ്യമ സ്വാധീനത്തിന് നാം വിധേയരാകാതെ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കുവാനും ദൈവത്തിന്റെ വചനത്തിലേക്ക് കൂടുതൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ദൈവമക്കളെ നമുക്കിടയായി തീരണം. പൗലോസ് പറയുന്നത് അറിയാം, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ we are not losing our heart എന്നാ പറയുന്നത്. we are not losing our heart. ഞങ്ങളുടെ ഹൃദയം എന്തുവാ, we do not lose our heart. നല്ല പരിഭാഷയിൽ അധൈര്യപ്പെടുന്നില്ലെന്ന് പറയുന്നത്. അതിലെല്ലാം ഉപരി ഞങ്ങളുടെ ആ മാനസിക സന്തുലിതാവസ്ഥ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല. ഞങ്ങളുടെ മനം തകർന്നു പോകുന്നില്ല. ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. We have a lot of afflictions, sufferings, pain, sorrow, but it should not cause losing our hearts. നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥിരത നഷ്ടപ്പെട്ടു പോകാൻ പ്രിയമുള്ളവരെ നമ്മൾ ആരും അനുവദിക്കരുത്. ബാഹ്യമായ പ്രഷർ ഉണ്ട്, പക്ഷേ ആന്തരികമായി അതൊന്നും നമ്മളെ സ്വാധീനിക്കാതെ വണ്ണം പ്രതിസന്ധികൾക്ക് മുകളിൽ നിൽക്കുന്നവരായി നമ്മൾ ഈ ദിവസങ്ങളിൽ മാറണം. കൊടുങ്കാറ്റിന് മുകളിൽ പറക്കുന്ന കഴുകനെ പോലെ ഈ സന്ധ്യയിൽ ഞാൻ ആ പദപ്രയോഗം ചില ദൈവമക്കൾക്ക് വേണ്ടി പറയുകയാണ്. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ വ്യാപാരത്താൽ നീ പ്രതിസന്ധികൾക്കും മീതെ യാത്ര ചെയ്യാൻ. ഹല്ലേലൂയ. കാറ്റും കോളും ഒക്കെ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഒരു കഴുകൻ ചെയ്യുന്നത് അതിന് മീതെ അത് പറന്ന് രക്ഷപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മടങ്ങി വരട്ടെ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. എന്നിട്ട് താൻ പറയുകയാണ്, ഞങ്ങളുടെ പുറമേയുള്ളവൻ ക്ഷയിക്കുന്നു. യെസ്, അവർ ഔട്ട്വേർഡ് മാൻ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. വലിയ സന്തോഷത്തോടു കൂടെ അതാണ് അത് പ്രസ്താവിക്കുന്നത്. നമ്മളോടൊക്കെ എന്നാണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ ഒരു പനിയാന്നേലും പറയും, ഓ ഈയിടെയായിട്ട് ഭയങ്കര ക്ഷീണമാണ്, ഒരു വല്ലാത്തൊരു തളർച്ച, മൂക്കിപ്പനി മതി, കൊറോണ ഒന്നും വേണ്ട, ഒരു മൂക്കിപ്പനി മതി. നമ്മളൊക്കെ പറയും വല്ലാത്ത ക്ഷീണം, വല്ലാത്ത തളർച്ച, വായിക്കുന്ന ഒരു രുചി തോന്നുന്നില്ല, ഒന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ല, എന്തൊക്കെ പ്രശ്നമാണ്. പക്ഷെ പൗലോസ് പറയാം, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിക്കുക, പക്ഷെ ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുക. പൗലോസെ എന്നതാ ഇങ്ങനെ ഈ പറയുന്നതെന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷ ചോദിക്കുക. പുള്ളിയെ മാറ്റി നിർത്തി ചെവിയിലോട്ട്, വാട്ട് ഫൂളിഷ്നെസ് യു ആർ ടോക്കിംഗ്.
ഈ പുറമേ ഉള്ളവൻ ഇങ്ങനെ ചെയ്യിച്ച് പോകുന്ന സമയത്ത് തനിക്ക് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒറ്റ ചിന്തയേ ഉള്ളൂ. എന്താണെന്നറിയാം? മൈ ഫോക്കസ് ഈസ് ഓൺ മൈ ഇൻവേർഡ് മാൻ, ഇന്നർ ബീയിങ്. എന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ എന്റെ അകത്തെ മനുഷ്യനാണ്. എന്ന് പറഞ്ഞ് പുറമേ ഉള്ളവൻ വേണ്ട എന്നല്ല. ഇവിടെ ജീവിക്കുന്ന കാലത്തോളം ഈ പുറംചട്ട വേണം. പക്ഷെ ഇതൊരു താൽക്കാലിക കൂടാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ നിത്യമായതിനു വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാകുമ്പോൾ നമ്മുടെ പുറമേയുള്ള മനുഷ്യനേക്കാൾ നാം പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ അകമയുള്ള മനുഷ്യനായിരിക്കണം. നമ്മുടെ ഈ പ്രസന്റ് ഡേ കോണ്ടെക്സ്റ്റിനെ നമ്മളൊന്ന് ചിന്തിച്ചേ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിലാ വളരെ ബോധേഡായിരിക്കുന്നത്, വളരെ ജാഗ്രതയുള്ളവരായിരിക്കുന്നത്. അതിനുള്ള വലിയ ആഹ്വാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് നമ്മളിപ്പോ സാനിറ്റൈസർ ഉപയോഗിക്കുന്നത്? നമ്മുടെ പുറമെയുള്ള മനുഷ്യനെ അണുവിമുക്തമാക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് പ്രയത്നമാണ് കഴിക്കുന്നത്? എന്നാൽ എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടു നമ്മുടെ അകത്തെ മനുഷ്യനിൽ ഒരു ശുദ്ധീകരണം വേണമെന്ന്, പാപത്തിന്റെ അണുക്കളെ എല്ലാം കഴുകിക്കളയണമെന്നൊക്കെ ആവർത്തിച്ച് കേട്ടപ്പോഴൊന്നും നമുക്ക് അത്രയും ബോധമൊന്നും ഉണ്ടായില്ല, പലർക്കും ഉണ്ടായില്ല. ശുദ്ധീകരണത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ബോധമില്ലാത്ത ഒരു തലമുറയായിരുന്നു ഈ കാലഘട്ടത്തിൽ വളർന്നു വന്നുകൊണ്ടിരുന്നത്. ആത്മീക ശുദ്ധീകരണത്തിന്റെ ആവശ്യകത പലർക്കും ബോധ്യം വന്നിരുന്നില്ല. അതൊക്കെ വിളിച്ചു പറയുന്ന ആളുകളെ ഭോഷന്മാരെന്നാ പറഞ്ഞ, ഇയാൾക്ക് ഈ വിശുദ്ധീകരണമേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞ പല ആളുകളും ഉണ്ട്. പക്ഷെ ഇപ്പൊ പറയുകയാണ് സർക്കാർ ആവർത്തിച്ച് സാനിറ്റൈസ് ചെയ്യണം. എന്തിനു വേണ്ടി? പുറത്തെ മനുഷ്യന് വേണ്ടി ചെയ്യണ്ടെന്നല്ല പറയുന്നേ. പക്ഷെ പുറത്തെ മനുഷ്യന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യൻ തയ്യാറാകുമ്പോൾ എത്രയധികം നമ്മുടെ അകത്തെ മനുഷ്യൻ ഇൻഫെക്റ്റഡ് ആകാതിരിക്കുവാൻ വേണ്ടി മുൻകരുതലുകൾ എടുക്കേണ്ട നാം കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ തവണ ആ മുൻകരുതലുകൾ എടുക്കാതെ പോയി. ഇപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ തിരക്കേറിയ പട്ടണത്തിലും അകലം പാലിക്കുന്നത് കണ്ടോ? എന്നാൽ ലോകത്തോട്, പാപത്തോട് അകലം പാലിക്കണമെന്ന് അടച്ചുകെട്ടിയ തോട്ടം പോലെ സഭയായിരിക്കണമെന്ന്, ദൈവമക്കളായിരിക്കണമെന്നൊക്കെ പൂർവ്വകാലങ്ങളിൽ ദൈവാലോചന വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെയൊന്നും അംഗീകരിക്കുവാൻ മനസ്സില്ലാത്തൊരു തലമുറയായി നമ്മുടെ ആളുകൾ മാറിപ്പോയി. എന്നാൽ കണ്ണു തുറപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ്. വാക്കുകളിലൂടെ സംസാരിച്ച് അതേറ്റെടുക്കാത്ത തലമുറയ്ക്ക് ദൈവം പലതും കാണിച്ചു കൊടുക്കുകയാണ്. സംഭവങ്ങളിലൂടെ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സാഹചര്യത്തിൽ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിക്കപ്പെടുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. We have been laboring for the comfort and safety of our outer man. നമ്മുടെ പുറമേയുള്ള മനുഷ്യന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഓടുകയായിരുന്നു, അധ്വാനിക്കുകയായിരുന്നു, ചിലവിടുകയായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മോട് പറയുന്നത് പുറമേയുള്ള മനുഷ്യൻ നമുക്ക് ആവശ്യമാണ്, എന്നാൽ അതിനേക്കാളുപരി അകമയുള്ള മനുഷ്യന് നാം പ്രാധാന്യത കൊടുക്കണമെന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് തന്റെ ആത്മാവിനാൽ ശക്തിയോടെ ബലപ്പെടണം. ലേഖനത്തിൽ 3:14 നമ്മളത് വായിക്കുന്നുണ്ട്. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. പുറമേ ഒരല്പം പ്രയാസമൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ അഭിമുഖീകരിക്കുന്നെങ്കിലും നമ്മുടെ അകത്തെ മനുഷ്യന് ഈ ദിവസങ്ങളിൽ ഒരു ബലം വന്നിട്ടുണ്ട്, ഒരു ചൈതന്യം വന്നിട്ടുണ്ട്, ഒരു പുതുക്കം വന്നിട്ടുണ്ട്, ഒരു ആരോഗ്യം വന്നിട്ടുണ്ട്. അങ്ങനെ എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? My inner being, inward man is strengthened by the power of the Spirit of God. ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവവചനത്തിന്റെ പോഷണത്താൽ എന്റെ അകത്തെ മനുഷ്യൻ ഈ ദിവസങ്ങളിൽ പുതുക്കം പ്രാപിച്ചു എന്ന് എത്ര പേർക്ക് ദൈവമക്കളെ പറയുവാനായിട്ട് കഴിയും? When you focus on eternal and eternity, give emphasis to your
ഇൻവേർഡ് ബീയിങ്. നാം നിത്യമായതിനെയും നിത്യതയെ ലക്ഷ്യമാക്കുമ്പോൾ പുറമെയുള്ള താൽക്കാലിക മനുഷ്യനെ ദിസ് ഈസ് ടെമ്പറൽ. മറക്കല്ലേ, എത്ര മൂടി പിടിപ്പിച്ചാലും നമുക്കൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഭയങ്കര സൗന്ദര്യബോധമായിരുന്നു. ചില ആളുകളുടെ സൗന്ദര്യബോധം, സാമാന്യബോധമൊക്കെ വേണം, സൗന്ദര്യബോധം എന്നൊക്കെ പറഞ്ഞ് ആഹാരത്തിനേക്കാൾ അധികം കാശ് കോസ്മെറ്റിക്സിനും, പിന്നെ അതിനേക്കാൾ അധികം ബ്യൂട്ടി പാർലറിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒത്തിരി ആളുകൾ. ഇനിയിപ്പോ കുറെ കാലത്തേക്ക് മിക്കവാറും ഇനിയുള്ള കാലം മുഴുവൻ ഒരു മാസ്ക് വെച്ചോണ്ടാ നടക്കുന്നത്. പിന്നെ എന്തിനാ ബ്യൂട്ടി പാർലറിൽ പോകുന്നത്? ഇപ്പൊ മാസ്കിന്റെ സൗന്ദര്യം കൂട്ടാനുള്ള പുതിയ പുതിയ ടെക്നോളജി ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കേൾക്കുന്നത്. മാസ്കിന് പുറത്ത് ഇനിയുള്ള കളിയേ നടക്കത്തുള്ളൂ. കാര്യം അല്ലാത്തൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. മുഖം മൂടി വെച്ചിട്ട് എന്താ കാര്യം? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനൊക്കെ പത്തിയും പൊത്തിയും ഒക്കെ കൊണ്ടുപോയാൽ കൊടുക്കുന്ന നല്ലൊരു അടക്കവേലും കിട്ടുമെന്ന് വെച്ച് ഒക്കെ കൊണ്ടുപോയത്. അയ്യോ എന്റെ പൊന്നെ, എവിടെ ആകൊണ്ട് എങ്ങനെ ആകൊണ്ടെന്നൊന്നും ഒന്നും അറിയത്തില്ല. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോ നമ്മുടെ ബോംബെയിലുള്ള ഒരു ചർച്ചിലെ ഒരു അമ്മച്ചി മരിച്ചു. ആശുപത്രികളുടെ മോർച്ചറി മുഴുവൻ കയറി ഇറങ്ങി. ഒറ്റ ഹോസ്പിറ്റലും അഡ്മിറ്റ് ചെയ്യുന്നില്ല, എല്ലാ മോർച്ചറികളും ഫുള്ളാണ്. രാത്രി 12 മണിക്ക് കൊണ്ട് ആ ശരീരം സെമിത്തേരിയിൽ അടക്കേണ്ടതായിട്ട് വന്നു. ദുഃഖകരമായ അനുഭവം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാ. എത്ര മോടി പിടിപ്പിച്ചാലും എത്ര കരുതിക്കൊണ്ട് നടന്നെന്ന് പറഞ്ഞാലും ഇതിനൊന്നും ഒരു വിലയുമില്ലെന്നുള്ളത് പ്രിയപ്പെട്ടവരെ കാലഘട്ടം തെളിയിച്ചു കഴിഞ്ഞു. സ്തോത്രം. കാഴ്ചപ്പാട് ലഭിച്ചവൻ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു, പുറമേയുള്ളവൻ ക്ഷയിച്ചു പോട്ടെ, പക്ഷെ അകമേയുള്ളവന്റെ പുതുക്കമാണ് പ്രധാനപ്പെട്ടതെന്ന് ഭക്തൻ തിരുവചനത്തിൽ മുന്നമേ എഴുതി വെച്ച യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച സമൂഹം. ഹൃദയദൃഷ്ടികൾ ഈ ദിവസങ്ങൾ പ്രകാശിക്കപ്പെടുന്നത് കൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ലിവ് ആൻഡ് ലേബർ ഫോർ യുവർ ഇന്നർ ബീയിങ്. നിങ്ങളുടെ അകത്തെ മനുഷ്യന് വേണ്ടി നിങ്ങൾ ജീവിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. അകത്തെ മനുഷ്യനാണ് വില. ആ കാഴ്ചപ്പാട് ദൈവം നമുക്ക് നൽകട്ടെ. ഒന്ന്, അകത്തെ മനുഷ്യന് വേണ്ടി നമ്മൾ ജീവിക്കുക. നമ്പർ 2, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൗലോസ് പറയുന്നത്, ഇവിടെ മറ്റൊരു കോൺട്രാസ്റ്റ് ആണ് പൗലോസ് കൊണ്ടുവരുന്നത്. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം നിങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു, നമുക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഇവിടെ 2 കാര്യങ്ങൾ. ഒന്ന്, ദി പ്രസന്റ് സഫറിംഗ്. അതർ സൈഡ്, ദ ഫ്യൂച്ചർ ഗ്ലോറി. ആദ്യം ഇവിടെ ഇപ്പോഴുള്ള കഷ്ടം, അതിന് പൗലോസ് ഉപയോഗിക്കുന്ന ചില അഡ്ജക്റ്റീവ്സ് ഉണ്ട്, ചില നാമവിശേഷണങ്ങളുണ്ട്. ഈ സഫറിങ്ങിന് നാമവിശേഷണം കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ ഒത്തിരി വാക്കുകളുണ്ട്, അല്ലേ? പക്ഷെ പൗലോസ് കൊടുത്ത വാക്കൊന്നും നമ്മൾ കൊടുക്കുന്നതല്ല. എന്തോ ഒരു കഷ്ടം, വല്ലാത്ത കഷ്ടം എന്നൊക്കെ പറയുന്ന പദപ്രയോഗമുള്ള അല്ല പൗലോസ് കൊടുത്തത്. പൗലോസ് കൊടുത്തതെന്നറിയാം, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. സമയം പറയുന്നുണ്ട്, അതിന്റെ ആഴം പറയുന്നുണ്ട്. എത്ര സമയത്തേക്കാന്ന് ചോദിച്ചാൽ നൊടി നേരത്തേക്ക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ജീവിതം ഒരായുസിന്റെ കഷ്ടം മുഴുവനും. എന്നാലും ഒരു 10-35 വർഷത്തെ ശുശ്രൂഷ കാലയളവെങ്കിലും ഉണ്ട്. ഒരായുസിന്റെ കഷ്ടം നൊടി നേരം എന്ന് പറയണമെങ്കിൽ അതിനെ നിത്യതയുമായിട്ട് തുലനം ചെയ്യണം. ഒരാഴ്ചത്തെ അസ്വസ്ഥതയെ പോലും നമുക്ക് ഒരു വലിയ ഒരാണ്ടത്തെ വിഷയമായിട്ട് നമുക്ക് തോന്നും, ഒരായുസിന്റെ വിഷയമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഒരായുസിന്റെ കഷ്ടത്തെ നൊടി നേരത്തേക്കുള്ളതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിത്യതയുടെ നീളവുമായിട്ട് അതിനെ തുലനം ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, വേദനയുണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യണം, അതിനെ നിത്യതയുടെ നീളവുമായിട്ടൊന്ന് തുലനം ചെയ്യുമ്പോൾ നമുക്ക് പറയുവാനായിട്ട് കഴിയും, നൊടി നേരം. ഒരല്പനേരത്തേക്ക് എന്ന് പറഞ്ഞാല് ഈ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് നിങ്ങൾക്കൊന്നും അത് പുതുമയല്ലായിരിക്കും എങ്കിൽ പോലും ഒരു ഇഞ്ചക്ഷൻ എടുക്കത്തില്ലേ? ഒരു ഇഞ്ചക്ഷൻ എടുക്കും, അന്നേരം ഒരു ചെറിയ പ്രയാസം, ഒരു വേദന പോലെ. ചിലർക്ക് അന്ന് ഭയങ്കര പേടിയാത്.
പ്രത്യേകിച്ച് അടുത്ത സമയത്ത് ഒരു വീഡിയോ കൊണ്ട് ഒരു നേഴ്സിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി 5 നേഴ്സുമാര് പിടിക്കുക. പുള്ളിക്കാരിയാണെങ്കിൽ സകലരെ എടുത്തിട്ട് കുത്തുന്ന പുള്ളിയാ. കൂളായിട്ട് എല്ലാരെയും കുത്തും. പക്ഷെ പുള്ളിക്കാരിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നപ്പോ ഭയങ്കര ബഹളം ഉണ്ടായിരുന്നു, ഭയങ്കര ബഹളം. അതിന്റെ വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കണ്ട് എല്ലാരും കിടന്ന് വിളിച്ചിട്ട് ആകെ കിടന്നല്ലോ. അപ്പൊ ഒരു ഇഞ്ചക്ഷന്റെ ഒരു കുത്തുപോലും കൊള്ളാൻ വയ്യാത്ത പുള്ളികൾ നമ്മുടെ ഇടയിലുണ്ട്. സ്തോത്രം. അപ്പോ എന്നതുപോലെ നമുക്കറിയാമല്ലോ, ഒരു ചെറിയ ക്ഷണത്തിലെ ഒരു ചെറിയ വേദന എന്ന് പറയുന്നത് പോലാണ് നിത്യതയുടെ നീളവുമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സഫറിങ്ങിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഞാൻ എന്റെ കർത്താവിനെ വായിച്ചുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നൊടി നേരത്തേക്കുള്ളത്, പിന്നെന്തുവാ ലഘുവായത്, വളരെ ലൈറ്റ് അഫ്ലിക്ഷൻസ്. അയ്യോ, ഒരു പുള്ളി വന്നേക്കാ പ്രസംഗിക്കാൻ, ഞങ്ങൾ പോകുന്ന പ്രതിസന്ധിയെ കുറിച്ച് വല്ലതും അറിയാമായിട്ടാണോ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്നേ. സ്തോത്രം. പക്ഷേ ഈ വാക്യമൊക്കെ എഴുതിയ പൗലോസ് കടന്നുപോയ പ്രതിസന്ധിയൊക്കെ വീട്ടിൽ പോയി നിന്ന് രാത്രി 2 Corinthians 11-ാം അധ്യായമൊക്കെ ശാന്തമായിട്ട് ഒന്നിരുന്നൊന്ന് വായിക്കണം. അപ്പൊ തന്നെ മനസ്സിലായിക്കോളും പുള്ളി എഴുതിയത് ചുമ്മാ അത് അറിവിന്റെ വെളിച്ചത്തിലല്ല, ആഴമേറിയ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണെന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഞാൻ മടങ്ങി വരട്ടെ, സമയം പോകുന്നു. ശ്രദ്ധിക്കുക, പൗലോസ് പറയുകയാണ് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. എന്നാൽ വരുവാനുള്ള തേജസ്സിനെ കുറിച്ച് താൻ പറയുന്നത് അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം. പ്രതിസന്ധിക്ക് അത് പറഞ്ഞപ്പോ 2 അഡ്ജക്റ്റീവ്സേ ഉപയോഗിച്ചിട്ടുള്ളെങ്കിൽ ഇവിടെ താൻ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രിയമുള്ളവരെ 4 അഡ്ജക്റ്റീവ്സ് അങ്ങ് ഉപയോഗിക്കുക. സി, കാഴ്ചപ്പാട് കണ്ടോ, കാഴ്ചപ്പാട് കണ്ടോ. അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഇന്ന് ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, വാട്ട് ഡു യു ഫോക്കസ് ഫോർ? You focus for the pain that you go through, sufferings that go through. Open your eyes, look beyond. നിങ്ങൾ അതിനപ്പുറത്തേക്ക് നോക്കണം. അപ്പോൾ നമുക്ക് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് കാണുവാൻ കഴിയും. പൗലോസ് അത് കണ്ടു. കണ്ടതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ താൻ എഴുതി വെച്ചു. എന്തോ എഴുതി വെച്ചെന്നറിയാമോ? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. സ്തോത്രം. ചുമ്മാ അതൊന്നും സാരമില്ലെന്നെണ്ണാൻ പറ്റത്തില്ലെന്നേ. അങ്ങനെ ആർക്കാ സാരമില്ലെന്നെണ്ണാൻ പറ്റും? ആർക്കെങ്കിലും ഒക്കെ വരുമ്പോ നമുക്ക് സാരമില്ലെന്ന് പോട്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് വരുമ്പോ പറയാൻ പറ്റും. മറ്റൊരുത്തിന് അനുഭവിക്കുമ്പോൾ നമുക്ക് വെച്ച് കീച്ചാൽ നല്ല പെടുക്കല്ലേ. ഓ, ഇതൊന്നും ഒരു വിഷയമല്ലെന്ന്, ഇതൊന്നും ഒരു സാരമല്ലെന്ന്. ഓടിക്കൂടൊക്കെ എല്ലാരെയും നമ്മൾ ആശ്വസിപ്പിച്ചോണ്ടിരിക്കുമല്ലോ. നമുക്ക് വരുമ്പോ ആശ്വാസം കണ്ടെത്താൻ പറ്റുമോ? പൗലോസ് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം പറഞ്ഞവനല്ല. പൗലോസ് തന്റെ കാര്യം ആദ്യം നോക്കിയ, തന്റെ കാര്യം ആദ്യം പറഞ്ഞത്. നമ്മിൽ വെളിപ്പെടുവാനുള്ളതെന്ന് പ്രബോധനത്തിന് പറയുമ്പം തന്നിൽ വെളിപ്പെടുവാനുള്ളതിനെ കുറിച്ച് തനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് താൻ അങ്ങനെ എഴുതിയത്. പ്രിയമുള്ളവരെ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ലെന്ന് എണ്ണണം. അതിന് നിത്യതയുടെ കാഴ്ചപ്പാട് പ്രാപിക്കണം. ഈ ഭാരം എങ്ങനെ മാറുമെന്നറിയാമോ? ഈ വേദന എങ്ങനെ മാറുമെന്നറിയാമോ? ഈ ദുഃഖം എങ്ങനെ മാറുമെന്നറിയാമോ? മറ്റൊന്നുകൊണ്ട് മാറത്തില്ല. പെയിൻ കില്ലർ കഴിച്ചാൽ എത്ര മണിക്കൂറിന്റെ കപ്പാസിറ്റി ഉണ്ടെന്ന് എന്നേക്കാൾ അധികം നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലേ? ഏറ്റവും ഡോസ് കൂടിയ പെയിൻ കില്ലർ കഴിച്ചാല് എത്ര നേരം? ഇതെല്ലാം മറന്നൊന്ന് ഉറങ്ങിയേക്കാമെന്ന് വെച്ചാൽ ഉറക്കഗുളി കഴിച്ചാൽ എത്ര മണിക്കൂർ കിടന്നുറങ്ങും? അത് കഴിയുമ്പോൾ ഉണരുമല്ലോ, അല്ലേ? രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ ഭാരം മാറണമെങ്കിൽ, നിരാശ മാറണമെങ്കിൽ, ദുഃഖം മാറണമെങ്കിൽ അകക്കണ്ട് പ്രകാശിക്കണം. നിത്യതയുടെ കാഴ്ചപ്പാടുണ്ടാകണം. ആ കാഴ്ചപ്പാട് പ്രാപിച്ചപ്പോഴാ അയ്യോബ് പറഞ്ഞത്, എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം അടർന്നടർന്ന് വീഴുക. അത്രയൊന്നും നമ്മളൊന്നും ആയിട്ടില്ല. അടർന്ന് വീഴുക. എല്ലാ സാഹചര്യവും പ്രതികൂല. പക്ഷെ അപ്പോഴും പറഞ്ഞ എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായിട്ട് എന്റെ പ്രിയനെ കാണും. അന്യന്റെ കണ്ണുകൊണ്ടല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. ആ പ്രത്യാശയുള്ളത് കൊണ്ടാ 13:15 അയ്യോബ് പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും. അടുത്ത വാചകം പറഞ്ഞത്, എന്റെ നടപ്പ്
അവന്റെ മുമ്പാകെ തെളിയിക്കും. എന്നാലും എന്റെ ദൈവം എന്നോട് ഈ കൊലച്ചത് ചെയ്തല്ലോ, ഇത്രയും നാളും ഞാൻ ഭക്തനായിട്ട് നിർമ്മലനായിട്ട് നിർദോഷനായിട്ട് ഒക്കെ ജീവിച്ചിട്ട് എന്നോട് ഈ ഗതികേട് കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പിന്നോട്ട് പോവുകയല്ല ചെയ്തത്. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും, എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. കാരണം എന്താണെന്നറിയാമോ? എനിക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. താൽക്കാലികമായി ക്ലേശം മാറും, നിത്യമായ തേജസ്സിന്റെ ഘനം എന്നിൽ വെളിപ്പെടുമെന്നുള്ള ബോധ്യം. ഭാരത്തിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഈ കൊറോണ മാറിപ്പോകാൻ, പ്രതിസന്ധി മാറിപ്പോകാൻ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. മാനുഷികമായി വേണ്ടാന്ന് പറയുന്നില്ല, ഞാനും പ്രാർത്ഥിക്കുന്നു. പക്ഷെ ദൈവത്തോട് പറയണം, കർത്താവേ, ഇതിനെയൊക്കെ കവിയുന്ന നിലയിൽ നിത്യതയുടെ കാഴ്ചപ്പാടിന്റെ അകത്തൊന്ന് കയറ്റണമേ എന്ന ആത്മാർത്ഥതയോടെ നീ ദൈവത്തോട് പ്രാർത്ഥിക്കാമെങ്കിൽ ഈ കാര്യങ്ങളെയൊക്കെ എനിക്കും നിങ്ങൾക്കും മനച്ചിത്തതയോടുകൂടെ സമചിത്തതയോടുകൂടെ ഈ ദിവസങ്ങളിൽ ഫേസ് ചെയ്യുവാനായിട്ട് ഇടവരും. What is the contrast? The present suffering on one side and the expected glory on the other hand. When Paul compared this, ഇതിനെ തമ്മിലൊന്ന് കമ്പയർ ചെയ്തപ്പം, കാഴ്ചപ്പാടിൽ കമ്പയർ ചെയ്തപ്പം പൗലോസ് പറയുകയാണ്, തേജസ്സിന്റെ നിത്യഗനം കിട്ടുവാനായിട്ട് ഹേതുവാകുന്നു. When you live for eternal and focus on eternity, I exhort you, നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു, പ്രസന്റ് സഫറിങ്ങിനെ അല്ല, നമുക്ക് വേണ്ടി വെളിപ്പെടുവാനുള്ള ദിവ്യ തേജസ്സിനെ നാം മുന്നിൽ കാണുവാനായിട്ട് ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. വേഗം മുന്നോട്ട് പോകട്ടെ, സമയം നീങ്ങുന്നല്ലോ. അടുത്ത പൗലോസ് പറയുന്നത് അറിയാമോ? കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെന്തൊരു വിരോധാഭാസ! What an irony or paradox it is. What Paul says, ഞങ്ങൾ കാണുന്നതിനെ അല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ മുമ്പിൽ വരുന്ന ഒന്നും കാണുന്നില്ലെന്നല്ല. കാണാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ കാഴ്ച അനുസരിച്ച് നമ്മൾ കാണും, നമ്മുടെ കണ്ണിൽ വരും. പക്ഷെ കാണുന്നതും നോക്കിപ്പാർക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രിയപ്പെട്ടവര്. നമ്മുടെ കാഴ്ചയുള്ള കാലത്തോളം നമ്മൾ കണ്ടേ പറ്റൂ. പക്ഷേ ഈ കണ്ണുകൊണ്ട് കാണുന്നതിനെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ നിരാശപ്പെടും, നമ്മൾ ദുഃഖിക്കും, നമുക്ക് ഭാരം വരും. അല്പം ചിലതൊക്കെ നമുക്ക് ആനന്ദം താൽക്കാലികമായി തരുമെങ്കിലും കാണുന്നതിനെ മാത്രം ഒരുത്തൻ ഫോക്കസ് ചെയ്താൽ അവനിൽ നിരാശ നിറയും. നമ്മളൊക്കെ പൂർവ്വകാലങ്ങളിൽ സന്തോഷമെന്ന്, ആനന്ദമെന്ന്, അനുഗ്രഹമെന്ന് വിചാരിച്ച് നോക്കിയിരുന്നത് പലതും ഇപ്പൊ നമുക്ക് നിരാശയാ കൊണ്ട് തന്നത്, ദുഃഖമാ കൊണ്ട് തന്നത്, നഷ്ടമാണ് നൽകി തന്നത്. എന്നാൽ പൗലോസ് പറയുകയാണ്, കാണുന്നതിനെ അല്ല കാണാത്തതിനെ ഞങ്ങൾ നോക്കുകയാ. 5:7 താൻ അതിന്റെ ആധികാരികമായ ആത്യന്തിക സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. For we walk not by sight but by faith. What does it mean? എന്താ അതിന്റെ അർത്ഥം സഹോദരങ്ങളെ? We have 5 senses. നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. We receive informations through our senses. നമ്മുടെ സെൻസുകളിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ഒത്തിരി ജ്ഞാനം നമുക്ക് ലഭിക്കുന്നുണ്ട്, അറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. We are updated through our senses. പക്ഷേ ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഈ 5 ഇന്ദ്രിയങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന ജ്ഞാനത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതല്ല. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, for sure we need informations and knowledge through the senses, but yet knowledge, wisdom and understanding beyond our senses. നമ്മുടെ സകല ഇന്ദ്രിയങ്ങളെയും കവിയുന്ന നിലയിലുള്ള ഒരു ദൈവികമായ ജ്ഞാനവും ദൈവികമായ കാഴ്ചപ്പാടും ദൈവികമായ വെളിപ്പാടും, an insight and revelation, ഒരു വലിയ കാഴ്ചപ്പാടും ഒരു വലിയ വെളിപ്പാടും നമ്മുടെ അകത്ത് കയറണം, നമ്മുടെ അകത്ത് കയറണം. Praise the Lord. Hallelujah. കാണുന്നതിനെ അല്ല കാണാത്തതിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. കമ്പാരിസൺ നമുക്കറിയാം. അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവൻ ഇറങ്ങി തിരിച്ചു, അവന്റെ കൂടെ സഹോദരപുത്രൻ ഇറങ്ങി തിരിച്ചു, ഒരുമിച്ച് കുറെ കാലം യാത്ര ചെയ്തു. തമ്മിൽ പിരിയുന്ന സമയം വന്നു.
വ്യത്യസ്തത വെളിപ്പെടുന്ന സമയം വന്നു. പ്രിയമുള്ളവരെ, നിങ്ങളോട് ഒരു ദൂത് അവിടെ നിന്ന് ഞാൻ പറയാം. നാട്ടിലൊരു പറച്ചിലുണ്ട്, കൂട്ടത്തിൽ പാടുക, വെള്ളത്തിൽ പൂട്ടുക. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളൊക്കെ ഏത് ദേശക്കാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മളെല്ലാം മലയാളികളാണ്. മാസ്റ്റർ പറഞ്ഞു നോൺ മലയാളീസ് ആരും ഇല്ലെന്ന്. അതുകൊണ്ട് മലയാളം എല്ലാവർക്കും തിരിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കടൽ കിടന്ന് അങ്ങ് അക്കരപ്പെങ്കിലും മലയാളം നമുക്കെല്ലാം മനസ്സിലാവും. ഈ കൂട്ടത്തിൽ പാടാനും വെള്ളത്തിൽ പൂട്ടാനും ഒക്കെ വലിയ എളുപ്പമാണ്. എന്നാൽ വ്യത്യാസം വെളിപ്പെടുന്ന ഒരു സമയം വരും. ഈ അബ്രഹാമും ലോത്തുമായിട്ടൊക്കെ കൂട്ടമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പം എല്ലാം ഒരുപോലെ തോന്നുന്നത്. തിരിച്ചറിയാൻ പറ്റാത്ത പോലെ എല്ലാം ഒരുപോലെ ആവുന്നു. പക്ഷെ വേർതിരിയുന്ന ഒരു സമയം വരും, വ്യത്യാസം വെളിപ്പെടുന്ന ഒരു സമയം. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സഭകളുടെ സ്ഥിതി അതായിരുന്നു. കൂട്ടത്തിൽ പാടി വെള്ളത്തിൽ പൂട്ടി, ഞങ്ങളെല്ലാം ഒന്നാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു പരുവായിരുന്നു. വ്യത്യാസം വെളിപ്പെടുന്ന ഒരു സമയം വന്നിരിക്കുക. സമർപ്പണമുള്ളവനെയും വെളിപ്പാടുള്ളവനെയും നിത്യതയെ ലക്ഷ്യമാക്കുന്നവനെയും ഒക്കെ തെളിയിക്കുന്ന ഒരു കാലഘട്ടം വന്നിരിക്കുക. ഒരുമാതിരി അഭിനയ ജീവിതത്തിൽ ആത്മീയം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒത്തിരി പുള്ളികളുണ്ട്. പതിരും കതിരും തമ്മിൽ തമ്പുരാൻ തിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. നിങ്ങൾക്ക് വിഷമം തോന്നത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. പ്രത്യേകിച്ച് ഈ പുതിയ പുതിയ മൈഗ്രേഷൻസ് നടക്കുന്ന പല സ്ഥലങ്ങളിലും നമുക്കറിയാം, വളരെ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്ന നല്ലൊരു കൂട്ടമാണ്. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പാടിയും പൂട്ടിയും പോകുന്ന കുറെ എണ്ണം പലയിടത്തും ഉണ്ട്. ഞാൻ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടെ അങ്ങ് പറയുകയാണ്. നാട്ടിലൊരു പ്രത്യേകതരം ജീവിയുണ്ട്, ഒരിടത്ത് വാല് കാണിക്കും, വേറൊരിടത്ത് തല കാണിക്കും എന്ന് പറയുന്ന പോലുള്ള അവസ്ഥയുള്ള ആത്മീയരെ നമുക്ക് പലയിടത്തും കാണുവാൻ കഴിയും. എന്നാൽ തമ്പുരാൻ ഇതിനെയൊക്കെ തരംതിരിച്ച് വ്യത്യസ്തത വെളിപ്പെടുത്തുക. വേർപിരിയുന്ന സമയം വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, അബ്രഹാം തനിക്ക് ഒരു ക്ലെയിമും ഇല്ല. താൻ പറയുക, നിനക്ക് ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുത്തു, എനിക്കതൊരു വിഷയമല്ല, കണ്ണിൽ കാണുന്നൊന്നും എനിക്കൊരു വിഷയമേ അല്ല. ഐ ആം നോട്ട് കെയർഡ് ഓഫ് what I see with my eyes. You choose. ലോത്ത് എന്തോ എന്നറിയാമോ? തല ഉയർത്തി ഒന്ന് നോക്കി. നമ്മൾ പലപ്പോഴും ലോത്തിനെ കുറ്റം പറയും. ലോത്ത് തല ഉയർത്തി നോക്കിയുള്ളൂ. നമ്മളാണെങ്കിൽ എലിവേറ്റർ വെച്ച് നോക്കുക, അല്ലെ കോവണിയെ കയറി നോക്കും. നമ്മളൊക്കെയാണ് കൊച്ചു പുള്ളികളൊന്നും അല്ല, നമ്മൾ കോവണിയെ കയറി നോക്കുന്ന പുള്ളികളാ. ലോത്തിനെ ഒരുപാട് കുറ്റവും പറയുന്നു. എന്തായാലും പോട്ടെ. പക്ഷെ അബ്രഹാമിനെ കുറിച്ച് പറയുന്നതെന്ന് അറിയാമോ? എബ്രായ ലേഖനക്കാരൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. എബ്രായ ലേഖനക്കാരൻ പറയുന്നത്, വിശ്വാസത്താൽ അബ്രഹാം താൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ട ആറേ എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ചെന്നു, ഒരു അന്യദേശത്തെന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോട് യാക്കോബിനോട് കൂടെ കൂടാരങ്ങളിൽ പാർത്തു. അടുത്തതാണ് പ്രത്യേകത, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു. സീ ദ ഡിഫറൻസ്. വ്യത്യാസം കണ്ടോ? അവൻ എന്തിനു വേണ്ടിയാ കാത്തിരുന്നത്? ദൈവ ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനങ്ങളുള്ളത് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നതിനെ അല്ല, ആ കാണാത്തതിനെ അവൻ അപ്പുറത്ത് അവന്റെ കാഴ്ചപ്പാടിൽ കണ്ടു. എത്ര ദൈവമക്കൾക്ക് ആ കാഴ്ചപ്പാട് ദിവസങ്ങൾ ലഭിച്ചിട്ടുണ്ട്? അക്ഷരിയെ കണ്ണുകൊണ്ട് കാണുന്നതിന് അപ്പുറത്തേക്ക് കാഴ്ചപ്പാട് പോയ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. മോശയെ കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് അവൻ എണ്ണുകയും ചെയ്തു. ശ്രദ്ധിക്കുക, പ്രതിഫലം നോക്കിയത് കൊണ്ട്, താൽക്കാലിക ലാഭം നോക്കിയിരുന്നെങ്കിൽ, താൽക്കാലിക സുഖം നോക്കിയിരുന്നെങ്കിൽ, താൽക്കാലിക പദവി നോക്കിയിരുന്നെങ്കിൽ അവൻ അവിടെ മിസ്രൈമിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞേനെ. പക്ഷേ അവൻ അതിനപ്പുറത്തേക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നത് കൊണ്ട് താൽക്കാലിക ലാഭത്തെക്കാൾ, താൽക്കാലിക സുഖത്തെക്കാൾ, താൽക്കാലിക പദവിയേക്കാൾ അപ്പുറത്തേക്ക് നോക്കാൻ ഒരു പഴയ നിയമ ഭക്തന് കഴിഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന
പുതിയ നിയമ വിശ്വാസി, നീ എത്രയധികമായി അപ്പുറത്തേക്ക് കാഴ്ചപ്പാടോടെ കണ്ണുകളെ ഉയർത്തുവാൻ വിളിക്കപ്പെട്ട വ്യക്തിത്വമാണെന്നുള്ളത് ഇന്ന് ശ്രദ്ധയിൽ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേഗം ഞാൻ അവിടെ നിന്നും പോകട്ടെ. ശ്രദ്ധിക്കുക, കാണുന്നതിനെ അല്ല കാണാത്തതിനെ. പ്രിയമുള്ളവരെ, കാണുന്നതൊക്കെ നമുക്കിവിടെ ആവശ്യമുള്ളതൊക്കെ വേണം, ഉപയോഗിക്കണം. പക്ഷെ അതിനപ്പുറത്ത് നമുക്ക് കാണാത്തതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകണം. എന്നിട്ട് പറഞ്ഞു നിർത്തുന്നത് എന്തെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഈ കാണുന്നതിനേക്കാൾ കാണാത്തതിനെ ലക്ഷ്യമാക്കുന്നതെന്ന് ചോദിച്ചാൽ, പൗലോസ് പറഞ്ഞത്, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. എന്തുകൊണ്ടാ പൗലോസ് എന്ന് ചോദിച്ചാൽ പറയും, കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതാണ്, ഇവിടെ വിടേണ്ടതാണ്. ഒന്നും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒന്നും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. വളരെ മനോഹരമായ ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം ഒരു ദൈവമനുഷ്യൻ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ കേട്ടു. ഈ ഉറുമ്പുകളെ നമുക്കറിയാമല്ലോ, ഉറുമ്പിൽ നിന്ന് ഒത്തിരി പാഠം പഠിക്കാനുണ്ടെന്നാ പറയുന്നത്. എന്നാൽ ഉറുമ്പുകള് അതിനേക്കാൾ വലിപ്പമുള്ള വലിയ അരിമണികളും ഗോതമ്പ് മണികളും ഒക്കെ ഇങ്ങനെ ചുമന്നോണ്ട് പോകും. അതുകൊണ്ട് അങ്ങനെ സൂക്ഷിക്കുക. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ ചുമന്നോണ്ട് വരുന്നുണ്ടല്ലോ, ഈ ഉറുമ്പിന് അങ്ങോട്ട് കയറിപ്പോകാനുള്ള മാളം എന്ന് പറയുന്നത് അതിന് മാത്രം കടന്നു പോകാൻ വലിപ്പമുള്ള ചെറിയൊരു ഹോള്. അപ്പൊ എന്താ ചെയ്യുന്നത് അറിയാം? ഈ വാതുക്ക വരെ ഇത് വലിച്ചോണ്ട് വരും. പക്ഷെ അകത്തോട്ട് കയറ്റിയാൻ നോക്കിയാ പറ്റത്തില്ല. ഇതിന് കയറാനുള്ള സ്ഥലമേ ഉള്ളൂ. ഇതിനേക്കാൾ വലുത് കൊണ്ടുവന്നുകൊണ്ട് അത് അവിടെ ഇട്ടേച്ചു. ഇതാ നമ്മുടെ ജീവിതം. നമ്മൾ വലിപ്പമുള്ളതിനെല്ലാം വലിച്ചു കെട്ടിക്കൊണ്ട് ഉറുമ്പിന്റെ കൂട്ട് ആരഞ്ഞു വന്നോട്ട് പോവാ. എന്റെ കർത്താവേ, വലിച്ചു കെട്ടി വാളത്തിന്റെ അടുക്ക് വരുമ്പോ മനസ്സിലാവും അപ്പുറത്തോട്ട് ഒറ്റയ്ക്കാന്ന്. അയ്യോ സോറി. This is life. ഇത്രയുള്ളൂ ജീവിതം. ഇത് മുന്നമേ അറിയാൻ ലഭിച്ച ഭാഗ്യം എത്ര വലുതാണെന്നറിയാവോ? ഇത് മുന്നമേ അറിയാൻ ലഭിച്ച കാഴ്ചപ്പാട് എത്ര വലിയതാണെന്നറിയാവോ? സ്തോത്രം. ഭാരങ്ങൾ കൂടുന്നതിനാൽ ഒട്ടും വേണ്ട യാത്രയിലെന്നൊക്കെ ഭക്തൻ പാടിയ പാട്ട് ആർക്കൊക്കെയോ വേണ്ടി പാടുന്നു എന്നുള്ള ചിന്തയിൽ സൗമന്യത്തിന് പുറകെ നടന്ന് പാടാനല്ല, ജീവിതയാത്രയിലായിരിക്കുമ്പോ പാടാൻ. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഞാൻ ദൈവമക്കളോട് ഒരു സന്ദേശം ഉറപ്പിച്ചു പറഞ്ഞ് വേഗത്തിൽ ഉപസംഹരിക്കുകയാണ്. ദൈവമക്കളോട് ഒരു കാര്യം പറയാം. That which is not eternal has no value in eternity. ശ്രദ്ധിക്കുക, നിത്യമല്ലാത്തതിനൊന്നും നിത്യതയിൽ വിലയില്ല. നിങ്ങളൊക്കെ ലണ്ടൻ പട്ടണത്തിൽ താമസിക്കുന്നവരാ ബഹുഭൂരിപക്ഷവും. മറ്റു സ്ഥലത്ത് നിന്നും പലരും ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടുത്തെ വീടിനൊക്കെ ഭയങ്കര വിലയാണെന്ന് എനിക്കറിയാം. മില്യൺസിന്റെ വിലയുള്ള വീടുകളൊക്കെയാണ്, ഭയങ്കര. എന്നാൽ കൊച്ചു വീടുകളുമാണ്. നാട്ടിലൊക്കെ കൊട്ടാരം നമുക്ക് പണിതിടാനായിട്ട് പറ്റും. പക്ഷെ ലണ്ടനിലൊക്കെ ഒരു കൊച്ചു പരിപാടിക്കൊക്കെ മില്യൺസിന്റെ വിലയല്ലേ? $500,000 പൗണ്ടൊക്കെ കൊടുത്തൊക്കെയാണ് നിങ്ങൾ പലരും ഒരു കൊച്ചു കൂര ഉണ്ടാക്കിയേക്കുന്നത്. നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ മാറി മറിഞ്ഞ് നിന്നൊക്കെ 4 ഫോട്ടോ ഒക്കെ എടുത്ത്, പുറത്തുനിന്നൊക്കെ നല്ല ഫോട്ടോ എടുക്കുന്ന ഉടനെ നമുക്ക് വലിയ നല്ല സൗകര്യമായ വീടായിട്ടൊക്കെ ഫോട്ടോ കിട്ടുമല്ലോ. ഒന്നുമല്ല, അടുത്ത് നിൽക്കുന്ന വീടുകളുടെ ചേർത്തെടുക്കുമ്പോൾ വലിയ ഫോട്ടോ കിട്ടും. നാട്ടിലൊക്കെ കൊണ്ട് കാണിച്ചു പറയാ, ഇത് $500,000 പൗണ്ടിന്റെയാണ്, 5 ലക്ഷം പൗണ്ടിന്റെയാണ്, 8 ലക്ഷം പൗണ്ടിന്റെയാണ്. 8 ലക്ഷം പൗണ്ടിന്റെ വീട്ടിൽ താമസിക്കുന്നൊക്കെ പറയും, എന്നോ വലിയ കാര്യം. 8 ലക്ഷം പൗണ്ട് അല്ലെ 10 ലക്ഷം പൗണ്ട്. 10 ലക്ഷം പൗണ്ടിന് നിത്യതയിൽ ഒരു വിലയില്ല. അവിടെ ചെല്ലുമ്പോ ചോദ്യമില്ല, നീ 10 ലക്ഷം പൗണ്ടിന്റെ വീട്ടിലല്ലയോ മോനെ കിടന്നേച്ച് വന്നത്, അതിന് തത്തുല്യമായതോ ഇവിടെ നിനക്ക് തരണ്ടായോന്നൊന്നും ചോദ്യമൊന്നുമില്ല, ഒന്നുമില്ല. നമ്മൾ വിചാരിച്ചേക്കുന്നത് ഇവിടുത്തെ തത്തുല്യം കണക്കാക്കുന്ന വകുപ്പൊന്നുമില്ല.
നമ്മുടെ വലിയ കാറിന്റെ വിലയുണ്ടല്ലോ, ഒരുപാട് പണം മുടക്കി നാം സ്വായത്തമാക്കി സ്വന്തമാക്കിയത് പറ്റതുകൊണ്ടല്ലോ, അതിനൊന്നും നിത്യതയിൽ ഒരു വിലയുമില്ല, ഒരു വിലയില്ല. എന്നാൽ തലചായ്ക്കാൻ ഇടമില്ലാത്ത ഒരുത്തന് ഒരു കുടിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിത്യത ഭയങ്കര വില കാണും കേട്ടോ, വില കാണും, വില കാണും. ഒരു കൂട്ടുവിശ്വാസിക്ക് ഇതിന്റെ വാഹനത്തിൽ ഒരു റൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വില കാണും. ഒരു കാര്യം ഞാൻ പറയാം, നീ വിലയേറിയതെന്ന് ഇവിടെ കരുതിയത് പലതും നിത്യതയിൽ വിലയില്ലാത്തതായി മാറുമ്പോ ഇവിടെ വിലയില്ലെന്ന് പറഞ്ഞ് മനുഷ്യൻ മാറ്റിവെച്ചത് പലതും നിത്യതയിൽ വിലയുള്ളതെന്ന് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ടെന്നുള്ളത് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവമക്കളെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഈ രാത്രി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുമ്പോൾ എനിക്ക് ദൈവമക്കളോട് പറയുവാനുള്ളത്, നിത്യമല്ലാത്തതിനൊന്നും നിത്യതയിൽ വിലയില്ല. അതുകൊണ്ട് ഒരു ഭക്തൻ എന്താ പറഞ്ഞെന്നറിയാമോ? നഷ്ടപ്പെടാത്തതിനെ നേടേണ്ടതിനു വേണ്ടി നഷ്ടമായി പോകുന്നതിനെ നഷ്ടമാക്കുന്ന മനുഷ്യൻ ഭോഷനല്ല. മനസ്സിലായോ അർത്ഥം? നഷ്ടമാകാത്തതിനെ നേടേണ്ടതിനു വേണ്ടി നഷ്ടമാകുന്നതിനെ നഷ്ടമാക്കി കളയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഭോഷത്വമല്ലെന്ന്. യു ആർ നോട്ട് എ ഫൂൾ when you gain that which cannot be lost at the cost of losing that which can be lost in your life. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിൽ എനിക്ക് പറയുവാനുള്ളത്, live for eternal. നിത്യമായതിനു വേണ്ടി ജീവിക്കുക. ഫോക്കസ് ഓൺ eternity. നിത്യമായതിനെ ലക്ഷ്യമാക്കുക. ഈ കാഴ്ചപ്പാടിൽ നീ ജീവിക്കുമ്പോൾ നിന്റെ പുറത്തെ മനുഷ്യനേക്കാൾ നിന്റെ അകത്തെ മനുഷ്യന് നീ പ്രാധാന്യം കൊടുക്കും. ഇന്നത്തെ കഷ്ടതകളെക്കാൾ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ നീ ലക്ഷ്യമാക്കും. താൽക്കാലികമായതിനെ നോക്കാതെ നിത്യമായതിനെ നീ ലക്ഷ്യമാക്കും. കാരണം കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്തതോ നിത്യമാണ്. ആകയാൽ ഓരോ ദിവസവും നിത്യമായതിനെ നോക്കി നിത്യതയെ ലക്ഷ്യമാക്കി വിശ്വാസ ജീവിതം കഴിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും ഇടവരുത്തട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. God bless you. See you. God bless.